നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല പറഞ്ഞു വയ്ക്കുന്നത്, നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. സംഭാഷണ ശൈലി അല്ലെങ്കിൽ ഡയലക്റ്റൽ വെറൈറ്റീസ് നമുക്ക് മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ ഗാംഭീര്യവും അതുപോലെ തന്നെ അതിൻ്റേതായൊരു വ്യത്യസ്തതയും കൊണ്ടുവരാൻ ചിലർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. ആദ്യം തന്നെ ഈ ഒരു സബ്ജക്റ്റ് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോടൊരു ചെറിയൊരു കാര്യം പറയുകയാണ്, ചെറിയൊരു റിക്വസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീഡിയോ നിങ്ങളിതുവരെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കാം, പക്ഷേ പലപ്പോഴും ചില ആളുകൾ മാത്രമേ സബ്സ്ക്രൈബേഴ്സായിട്ട് ഇത് കാണുന്നുള്ളൂ, ചിലത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഈ ചാനൽ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. സിനിമ തന്നെയാണ് 99% നമ്മൾ പങ്കുവയ്ക്കാറ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കിടന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ എതിരഭിപ്രായങ്ങളും മാന്യമായ ഭാഷയിൽ സഭ്യമായ രീതിയിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡയലക്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ത്യൻ ഭാഷയിൽ തന്നെ വ്യത്യസ്ത ഭാഷകൾ ഇന്ത്യയിലുണ്ട്. നമുക്കറിയാം, ഹിന്ദിയുണ്ട്, ബംഗാളിയുണ്ട്, മറാഠിയുണ്ട്, അങ്ങനെ പല പല വകഭേദങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളും സംസ്കാരങ്ങളും ഒന്നടങ്കമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അങ്ങനെ നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് കേരളം എന്നൊരു ചെറിയൊരു സ്ഥലമുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പലതരത്തിലുള്ള ഭാഷാശൈലികൾ, മലയാളം തന്നെ വ്യത്യസ്തമായ ഭാഷാശൈലികളിൽ തിരുവനന്തപുരം മുതൽ അങ്ങ് നമുക്ക് കാസർഗോഡ് വരെ നിൽക്കുമ്പോൾ പല പല ഭാഷാശൈലികൾ, അത് ഓരോ ജില്ലയിൽ തന്നെ, ഒരു ജില്ലയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സംഭാഷണ ശകലങ്ങൾ പറയുന്നവർ, സംഭാഷണ ശൈലിയുള്ളവരൊക്കെ നമുക്കറിയാം. ഇപ്പോൾ തൃശ്ശൂർ തന്നെ പലപ്പോഴും തൃശ്ശൂർ ഭാഷ എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് തൃശ്ശൂർ ഭാഷ എന്തുട്ടൊക്കെ ഇടേ എന്തുട്ട പറയണസ്റ്റ എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ്. അത് ഞങ്ങൾക്ക് ഒരു തരം കൃത്രിമത്വമാണ് സത്യത്തിൽ. ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ പുറകിലോട്ട് മാറിയിട്ടാണ്, വടക്കോട്ട് മാറിയിട്ടാണ്. വടക്കാഞ്ചേരിക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്ററേ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നുള്ളൂ. മുളകുന്നത്തുകാവ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ സാറാ ജോസഫ് എന്നൊക്കെ പറഞ്ഞ എഴുത്തുകാരിയൊക്കെ ഞങ്ങളുടെ ഒരു കസിനാണ്. പുള്ളിക്കാരത്തിയുടെ നമ്മുടെ മുളകുന്നത്താവ് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത്, മുളകുന്നത്താവ് അമ്പലത്തിൻ്റെ പരിസരത്ത്, കലാസമിതി സ്കൂളിൻ്റെ പരിസരത്താണ് പുള്ളിക്കാരത്തി താമസിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് താരങ്ങളുണ്ട്. ഫുട്ബോൾ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങളൊക്കെ ഉണ്ട്. ഫുട്ബോൾ താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജിജോ ജോസഫ്, ടുട്ടു, വിവേക് മോഹൻ, അങ്ങനെ ഒരുപാട് പേര് നമ്മളുടെ ഈ പറഞ്ഞ ഞങ്ങളുടെ മുളകുന്നത്താവിൻ്റെ വലിയ ശക്തമായിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ജോ പോളഞ്ചേരി, ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ ജോ പോളഞ്ചേരി ഞങ്ങളുടെ നാട്ടുകാരനാണ്, മുളകുന്നത്താവ് പഞ്ചായത്തുകാരനാണ്. അപ്പോൾ അവരുടെയൊക്കെ ഭാഷാശൈലികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ വിവേക് മോഹൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് താരങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ജോസഫ് ടുട്ടു എന്ന് പറഞ്ഞ പേരിൽ ഞങ്ങളുടെ അവിടെ അറിയപ്പെടുന്ന ജിജോ ജോസഫ് ടുട്ടു. അപ്പോൾ ഇദ്ദേഹം ജിജോ കേരള സംസ്ഥാനത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത അവസാനത്തെ ക്യാപ്റ്റൻ. ഈ അടുത്ത കാലത്ത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് സന്തോഷ് ട്രോഫി കുറേ നാളുകൾക്ക് ശേഷം കൊണ്ടുവന്നത് ഞങ്ങളുടെ നാട്ടുകാരനാണെന്നുള്ള അഭിമാനമുണ്ട്. ഈ നാട്ടുകാരെ കുറിച്ച് പറഞ്ഞ വേറൊന്നുമല്ല, നമ്മുടെ ഭാഷാശൈലിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് പക്കാ തൃശ്ശൂർ ഭാഷയായിട്ട്. അല്ല, പക്കാ തൃശ്ശൂർ ഭാഷ എന്ന് പറയുന്നത് കേവലം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ, തൃശ്ശൂർ റൗണ്ടിന് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ പക്കാ തൃശ്ശൂർ ഭാഷ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ നമുക്ക് അങ്ങ് ഒല്ലൂർ, അതുപോലെ പുതുക്കാട്, ഇരിങ്ങാലക്കുട പരിസരത്തെത്തുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലും ടോണും അതിൻ്റെ രീതികളൊക്കെ ഒന്ന് മാറും. എന്നിട്ടൊക്കെ ആ ഒരു രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വരും. പക്ഷേ ഇവിടെ നമ്മൾ പക്കാ തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞ ഒരു ക്ലാസ് കഥാപാത്രത്തെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മമ്മൂക്കയുടെ പ്രാഞ്ചിയട്ടൻ. ഞാനിപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് കണ്ടതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം അതിൽ ആവശ്യമില്ലാതെ കുറേ താരങ്ങളെ തള്ളിക്കയറ്റി വെച്ചിട്ടുണ്ട്. തൃശ്ശൂർ ഭാഷ കൈകാര്യം ചെയ്ത് തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ച മലയാള സിനിമയിലെ നായകന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇവരാരും തന്നെ. അല്പമെങ്കിലും എനിക്ക് ആ പോസ്റ്ററിൽ തോന്നിയത് ജയസൂര്യനെ മാത്രമാണ്. അതിൽ കാണിച്ചിരിക്കുന്ന നായകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിജയരാഘവനെ കണ്ടു ഞാനതിൽ, അതുപോലെ നമ്മുടെ കുഞ്ചാക്ക ബോബൻ, ജയസൂര്യ, ലാലേട്ടൻ,
പിന്നെ നമ്മുടെ മമ്മൂക്കേനെ കുറച്ച് പുറകിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം മമ്മൂക്കയുടെ മേത്ത് കുതിര കയറുക എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് എല്ലാവരുടെയും ഒരു ഹോബി. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ സാധാരണ ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ. ആ ഗ്രാമത്തിൽ വല്ലപ്പോഴൊക്കെ ഇതുപോലെ വണ്ടികളൊക്കെ പോകും, അതിൽ ക്ഷമിക്കണം. ഡിസ്റ്റർബൻസിന് ആദ്യമേ തന്നെ ക്ഷമാപണം. നമ്മളുടെ സാഹചര്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് പറയാതിരിക്കാൻ തരമില്ല. അപ്പം എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മമ്മൂക്ക കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ തൃശ്ശൂർ ഡയലക്റ്റ് ഇത്ര മനോഹരമായിട്ട് പറഞ്ഞിട്ടില്ല. തൃശ്ശൂർ മാത്രമല്ല, ഏത് ഭാഷാശൈലിയും പുള്ളിക്കാരൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മലയാളത്തിൽ ഒരു നടൻ. ഒരു നടൻ എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് കേൾക്കാം, ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, ഡിസ്കോ കളിക്കണം, ആക്ഷൻ ചെയ്യണം, അങ്ങനെ പല 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 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഇങ്ങനെ പറയാതേക്ക് മനസ്സിലാവില്ല. കാരണം ഒരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ആ കഥാപാത്രമായിട്ട് മാറുക എന്നുള്ളതാണ്. ഒരു ഡാൻസറുടെ കഥാപാത്രമായിട്ട് അദ്ദേഹം മാറുകയാണെങ്കിൽ ഓക്കെ, അതാവശ്യമാണ്. പക്ഷേ ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യുള്ള സിനിമകളുടെ അഭിനയത്തിനെ കുറിച്ചാണ് പങ്കുവെക്കുന്നതെങ്കിൽ എനിക്കതിൽ കൂടുതലൊന്നും പറയാല്. കാരണം തിലകൻ നല്ലൊരു ഡാൻസറാണല്ലോ. തിലകൻ മൈക്കിൾ ജാക്സനെ പോലെ ഡാൻസ് കളിക്കുന്ന ആളാണ്. അതുപോലെ തിലകൻ നല്ലൊരു മെയ്വഴക്കമുള്ള കളരി അഭ്യാസിയാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു സിദ്ധാന്തക്കാർ. തിലകനെ ഒരു മികച്ച നടനായിട്ടാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം ആ കഥാപാത്രമായിട്ട് മാറും. ഈ കഥാപാത്രങ്ങൾ കൊടുക്കുന്ന കഥാപാത്രങ്ങൾ എല്ലാ കഥാപാത്രങ്ങളും തിലകന് ചെയ്യാൻ പറ്റുക നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഈ മമ്മൂട്ടിക്കായാലും മോഹൻലാലിനാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ ആരാധക പുങ്കവന്മാർ എന്തിനാണ് ഇങ്ങനെ വാനരസേനയുമായിട്ട് തമ്മിൽ തല്ലി നടക്കുന്നത്? അതുപോലെ തന്നെ ഇവരെ പരസ്പരം ചെളിവാരി എറിയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ലാലേട്ടനും മമ്മൂക്കയും ഭയങ്കര സുഹൃത്തുക്കളാണ്. നമുക്കറിയാം അവരുടെ സ്നേഹം എന്താണെന്നൊക്കെ. നമ്മൾ മമ്മൂക്കൊരു അസ്വസ്ഥത വന്നപ്പോൾ ലാലേട്ടൻ എന്താണ് കാട്ടിയതൊക്കെ നമുക്കറിയാം. വേറൊരാൾക്ക് വേണ്ടിയിട്ട് ശബരിമലയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അതാണ് അവരുടെ സ്നേഹം. അദ്ദേഹം അത് പുറത്തേക്ക് വിടാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമല്ല, എങ്ങനെയോ അത് ലീക്കായി. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ മേത്തിൽ കുതിര കയറാനായിരുന്നു ഇവിടുത്തെ ആൾക്കാർ തയ്യാറായത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൽ വലിയ അഭിമാനമുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ മമ്മൂക്കയ്ക്ക് കിട്ടാത്തതിന് ഒരുപാട് വിഷമമുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ കൂടി, മമ്മൂക്കയ്ക്ക് കിട്ടാത്തതാണെങ്കിൽ കൂടി, നമുക്ക് ആ ഒരു വിഷയത്തിനെ കുറിച്ച് കൂടുതലും സംസാരിക്കാത്തതിൻ്റെ കാരണം മമ്മൂക്കയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ അല്പമെങ്കിലും ചെളി ലാലേട്ടൻ്റെ മേത്ത് തെറിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംസാരത്തിലേക്ക് നമ്മൾ പോകാത്തത്. കാരണം അവരുടെ ആത്മബന്ധം നമുക്കറിയാം. ഇനി മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അത് രാഷ്ട്രീയമാണെന്നൊക്കെ നല്ല ബോധ്യം ഇവിടുത്തെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഭാഷാശൈലിയുടെ കാര്യത്തിൽ പറയുമ്പോൾ മാത്രമല്ല, അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മമ്മൂക്കയെ വെല്ലാനായിട്ടൊന്നും വേറെ ആളുകളൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടൻ പോലും ചില കാര്യങ്ങളിൽ മമ്മൂക്കയൊക്കെ എടുത്തേക്ക് നിൽക്കില്ല. അതുപോലെ മമ്മൂക്ക ചില കാര്യങ്ങളിൽ ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കില്ല. അത് 50-50 എന്നുള്ളൊരു സമീപനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് ഒരാൾ മുകളിൽ ഒരാൾ താഴെ എന്ന് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളിലും ഒരുപക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയത് ഈ അടുത്ത കാലത്ത് മമ്മൂക്കയോട് തന്നെയാണ്. ഞാൻ ബേസിക്കലി ലാലേട്ടൻ ഫാനായിരുന്നു ചെറുപ്പകാലത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അങ്ങനെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഞാൻ കരുതിയിരുന്ന ഒരു വേഷങ്ങളിലേക്കൊന്നല്ല പിന്നീട് അദ്ദേഹം പോയത്. അദ്ദേഹം മീശപ്പിരി കഥാപാത്രങ്ങൾ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ഒരു അരോചകം ആയിട്ട് എനിക്ക് തോന്നി. കാരണം രജനീകാന്തിൻ്റെ സിനിമ സ്ഥിരം കാണുന്ന ആളുകൾക്ക് രജനീകാന്തിൻ്റെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ രജനീകാന്തിൽ നിന്ന് വ്യത്യസ്ത ആഗ്രഹിക്കുന്ന എന്നെ പോലത്തെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് രജനീകാന്തിൻ്റെ കബാലിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ പലർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം പ്രായത്തിനത്തെ കഥാപാത്രമായി ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പേട്ടയും അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. അത് രസകരമായിട്ടുള്ളൊരു മോൾഡിങ് ആയിരുന്നു. അതുപോലെ ജയിലർ നല്ലൊരു നടനാണ് ശരിക്ക് അത്യധികമായിട്ട് രജനീകാന്ത്. പക്ഷേ രജനീകാന്തിനെ ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് അവിടുത്തെ സംവിധായകർക്ക് സാധിച്ചിട്ടില്ല. അതാണ് വാസ്തവം. അതുപോലെയാണ് നമ്മുടെ ലാലേട്ടനെ കൊണ്ടൊരു കൂടിനുള്ളിൽ തളയ്ക്കാൻ നോക്കുകയാണ്. കാരണം ഇത്ര കഴിവും പ്രതിഭയുമുള്ള ഒരു വ്യക്തിനെ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടിനുള്ളിൽ തളയ്ക്കാൻ നോക്കിയപ്പോൾ ഉണ്ടായ വിഷമങ്ങൾ മാത്രമാണ് നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ആ കൂട്ടിൽ നിന്ന് പുറത്ത് കിടന്നു. ആ പുറന്തോട് ഭേദിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വന്നു. അദ്ദേഹം മികച്ച കഥാപാത്രങ്ങളെ തേടിയുള്ള തൻ്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് മികച്ച സിനിമകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. മികച്ച കഥാപാത്രങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, മലയാളത്തിൽ അരിപ്രാഞ്ചി കഴിഞ്ഞിട്ടേ ഉള്ളൂ തൃശ്ശൂർ ഭാഷ കൈകാര്യം ചെയ്യുന്ന പുലി. ഒന്നൊന്നര പുലി തന്നെയാണത്. നിങ്ങൾക്കിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കതൊരു തൃശ്ശൂർ ഭാഷയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ തൃശ്ശൂർക്കാരനാണ് കേട്ടോ. പിൻഡോ അങ്കമാലി എന്നൊക്കെയാണ് എന്നെ അറിയപ്പെടുക. പക്ഷേ പിൻഡോ അങ്കമാലി എന്നുള്ളത് അങ്കമാലിൻ്റെ വീട്ടുപേരാണ്. പുതുശ്ശേരി അങ്കമാലി എന്നാണ് ഞങ്ങളുടെ വീട്ടുപേരായിരുന്നത്. അതിൽ പുതുശ്ശേരി ഞങ്ങളുടെ എരിശ്ശേരിക്ക് കളഞ്ഞു. അതായത് ഇപ്പോൾ ഞങ്ങൾ നസ്രാണികൾക്കിടയിൽ ചെറിയൊരു ചിന്താഗതി ഉണ്ട്. ഞങ്ങളെ ഏതോ ഒരു ബ്രാഹ്മണന്മാരുടെ അവിടെ നിന്ന് മതം മാറി വന്നതാണ്. അങ്ങനെ തോമസ് ലീഹ വന്ന് മാമുദിസ മുക്കിയപ്പോൾ ആ ഇല്ലത്തെ ആൺതരിയാണ്,
അങ്ങനെ പുതുശ്ശേരി മനയിൽ നിന്ന് വന്ന ആളാണ്, അങ്ങനത്തെ രീതിയിലുള്ള സംസാരം ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ വരാതിരിക്കാനായിട്ട്, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കിടയിലൊക്കെ ഉണ്ടായിരിക്കാം, മുന്നത്തെ തലമുറയിലൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ അപ്പാപ്പൻ ഒരു പക്ക ഒരു സഖാവായിരുന്നു. അപ്പോൾ സഖാവ് പൈലപ്പേട്ടൻ പൗലോസ്, സഖാവ് പൈലപ്പേട്ടൻ തോന്നിയൊരു ആശയമാണ് ഞങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങളുടെ, ഞങ്ങളുടെ ബന്ധുക്കളിലൊക്കെ ഇവിടെ നിന്ന് മാറി പുതുക്കാട്, ഇരിങ്ങാലക്കുട, അങ്കമാലി ഏരിയയിലൊക്കെ താമസിക്കുന്ന, കാലടി ഭാഗത്തൊക്കെ താമസിക്കുന്ന ഞങ്ങളുടെ കുടുംബക്കാരുടെയൊക്കെ ഇനിഷ്യൽ ആരംഭിക്കുന്നത് എയിലല്ല, അത് പിയിലാണ്. പുതുശ്ശേരി അങ്കമാലി എന്നാണ് അവരുടെയൊക്കെ സംഭവം. പക്ഷേ നമ്മളുടെ വീട്ടുപേര് ആരംഭിക്കുന്നത് എയിലാണ്, അങ്കമാലിയിൽ നിന്നാണ്. പെട്ടെന്നത് കൗതുകമാണ്, അങ്കമാലിയോ അങ്ങനെ വീട്ടുപേരുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഭാഷാശൈലിനെ കുറിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്ന് പറഞ്ഞല്ല, ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പേര് അങ്ങനെ വെച്ചത്. അല്ലാതെ ഞാൻ വേറെ നാട്ടുകാരനല്ല, തൃശ്ശൂർക്കാരനാണെന്ന് പറഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ തൃശ്ശൂരത്തെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമല്ല, ഏത് ഭാഷ കൈകാര്യം ചെയ്യുന്നതും മമ്മൂക്കയെ വെല്ലാനായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആരുമില്ല എന്നുള്ള കാര്യം സത്യമാണ്. അത് മാത്രമല്ല, ഇനി അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. ഞാനും അദ്ദേഹത്തിൻ്റെ ആ തിരിച്ചുവരവ് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഒരു റീ എൻട്രി ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗംഭീരമായ തിരിച്ചുവരവ്, അരിപ്രാഞ്ചി പോലുള്ള മികച്ച കഥാപാത്രങ്ങൾ നമുക്ക് തന്നുകൊണ്ട് നമ്മുടെ മമ്മൂക്ക നമ്മളെ രസിപ്പിക്കാൻ കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കാൻ. അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ. ഏതായാലും സംഘപരിവാർ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ, അപ്പോൾ അതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് ബിൻ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.